കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതിൽ സ്ഥിരീകരണം. യുവാവിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. അരയേറ്റുംചാലിൽ സ്വദേശി ഫായിസ് കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങിയെന്ന സംശയത്തിൽ നടത്തിയ സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, കോഴിക്കോട് താമരശ്ശേരിയിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെയും ഇതേപോലെ MDMA വിഴുങ്ങിയ യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപ് കഴിഞ്ഞ മാസമാണ് ഷാനിദ് ഇത്തരത്തിൽ MDMA വിഴുങ്ങി മരണത്തിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സമാനമായ ഒരു രീതിയിലൊരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഫായിസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീട്ടിൽ വലിയ രീതിയിൽ ബഹളം വെച്ച് വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് നാട്ടുകാരാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോഴാണ് പോലീസിനോട് പറയുന്നത് താൻ MDMA വിഴുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. തുടർന്ന് പോലീസ് താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും താമരശ്ശേരിയിൽ നിന്ന് കാര്യമായി ഒന്നും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പരിശോധന നടത്തിയെങ്കിലും MDMA കണ്ടെത്താനായില്ലെങ്കിലും പിന്നീട് വിദഗ്ധമായ സ്കാനിങ്ങിലൂടെയാണ് MDMA ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. തുടർന്ന് ഒരുപക്ഷെ ഈ സർജറി അടക്കം ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടില്ല. ഇതേക്കുറിച്ചൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഏതായാലും ഈ സംഭവത്തിൽ MDMA പുറത്ത് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ഈ പുറത്തെടുത്തില്ലെങ്കിൽ അമിതമായ അളവിൽ കൂടുതൽ ഒരുപക്ഷെ MDMA വയറിനകത്തേക്ക് പെട്ടാൽ മരണം വരെ സംഭവിക്കാം എന്നുള്ളത് ഷാനിദിന്റെ ഒരു സംഭവത്തിൽ നിന്നും തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഡോക്ടർമാരും ഒരുപക്ഷെ ഈ സർജറി അടക്കം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് വൃന്ദ. ശരി, അഭിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.